ഹായ് ഫ്രണ്ട്സ്, മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഗറ്റി. ഇതൊരു ഇറ്റാലിയൻ റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. വരും, ഇതാ പാക്കറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ. അത് സ്പെഗറ്റി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കൂ, അതിൽ കുക്കിംഗ് ടൈം 10 to 11 minutes ആണ് അവർ പറയുന്നത്. നോക്കാം നമ്മൾക്ക് എത്ര സമയം എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 to 2.5 ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യം വരും. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാ അതൊന്ന് പീസാക്കി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം തന്നെ ഒന്ന് ബോയിലാവട്ടെ. എത്ര സമയം വേണ്ടി വരുമെന്ന് നോക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തിളച്ച് പോകാതെ ശ്രദ്ധിക്കണം. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ കയ്യിലെടുത്ത് ഒന്ന് പ്രസ് ചെയ്തുമ്പോൾ അത് ഇത്ര സോഫ്റ്റായിരിക്കണം. ഇപ്പോൾ ഇത് നമ്മൾക്ക് ബോയിലായിട്ടുണ്ട്, മതി. ഇനി ഇതൊന്ന് നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെക്കാം. അതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ചൊന്ന് കൊടുക്കാം. പെട്ടെന്നൊന്ന് കൂളായി കിട്ടുകയും ചെയ്യും. അതിൽ തന്നെ ഇരുന്നാൽ നമുക്ക് ആ ചൂടോടുകൂടി വീണ്ടും അത് വേവാതിരിക്കും. അത് നമുക്ക് ചെയ്യാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടറും. ബട്ടറെല്ലാം നല്ലപോലെ മെൽട്ടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, നല്ല ഫൈൻ ചോപ്പ് ചെയ്തതായിരിക്കണം. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആയാലും മതി. ഇതാ ഇവിടെ ഉള്ളി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇട്ട് നമുക്ക് വഴറ്റാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിൻ്റെ ഒരു റോ സ്മെൽ പോകാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഇട്ട തക്കാളിയും സോഫ്റ്റായി കിട്ടും. പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇതാ നോക്കൂ, മുളക് പൊടിയെല്ലാം നല്ലപോലെ ബോയിലായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് യൂസ് ചെയ്യണോ എല്ലാം നമുക്ക് ഇതിലിടാം. ഞാനിവിടെ ക്യാപ്സിക്കം മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, ബീൻസ്, പീസ്, കോളിഫ്ലവർ എല്ലാം നമുക്ക് ഈ സ്റ്റേജിൽ ചേർത്താവുന്നതാണ്. അതൊന്ന് സോഫ്റ്റ് ആവട്ടെ. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസും. അത് നമ്മളൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്തെല്ലാം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതോടെ നിങ്ങൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഞാനിതിലേക്ക് ചിക്കനും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചിക്കൻ ഞാൻ ഓൾറെഡി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഒന്നുമില്ല, ആ ചിക്കനിൽ വന്നിട്ട് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി അത്രമാത്രം പുരട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുത്തതാണ്. ചെറിയ ചെറിയ പീസാക്കിയിടാം. അതൊന്ന് സോസിൻ്റെ കൂടെ എല്ലാം ചേർന്ന് ഒന്ന് മിക്സ് ആവട്ടെ. അതിന് വേണ്ടിയാണ് അടച്ചു വയ്ക്കുന്നത്. ഇതാ ഇപ്പം എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ നമ്മുടെ ചിക്കനും നല്ല സോഫ്റ്റായി. ഇനി നമുക്ക് സ്പെഗറ്റി ഇട്ട് മിക്സ് ചെയ്യാം. കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഇതുപോലെ സ്പൂണും ഉപയോഗിച്ച് ഇളക്കിക്കോളൂ. നല്ല പോലെ നമ്മുടെ മസാല എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അടുത്ത സെറ്റ് ഇടുന്നുണ്ട്. ഈ സ്പെഗറ്റി വന്ന് നല്ല ഒരു
നീളത്തിലുണ്ടാകും. നമുക്കത് പകുതി ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇളക്കാനും എല്ലാത്തിനും നല്ല പോലെ ചെയ്യാൻ പറ്റും. ഇതപ്പം ഞാൻ എല്ലാം തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ലപോലെ ഇളക്കാം. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ സ്പെഗറ്റി ഇവിടെ റെഡി. അതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ചില്ലി ഫ്ലേക്സ് ആണെങ്കിലും ഈ സ്റ്റേജിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ചീസ് എല്ലാം തന്നെ ചേർത്താം. ഇതാ ഇവിടെ നമ്മുടെ ടേസ്റ്റി എമ്മി ആയിട്ടുള്ള സ്പെഗറ്റി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാൻ ഒരു ബൗളിലേക്ക് മാറ്റാം. നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.